വേണമെങ്കിലും ഒരാളെ കൊണ്ട് വെറുതെ വിളിച്ചേക്കാം. കാരണം നിങ്ങളെല്ലാം എൻ്റെ കുടുംബമാണല്ലോ. നിങ്ങളും എൻ്റെ കുടുംബമാണ്, നിങ്ങളും എൻ്റെ കുടുംബമാണ്. വേണമെങ്കിൽ ഒരു ഒറിജിനൽ കുടുംബത്തിനെ കൊണ്ട് വെറുതെ വിളിച്ചേക്കട്ടെ. എൻ്റെ ഭാര്യ ഇവിടെ ഇരിപ്പുണ്ട്. വാ വാ വാ. ആദ്യമായിട്ടാട്ടോ ഒരു സ്റ്റേജ് TV ഷോയിലൊക്കെ വന്നിട്ടില്ല. ഇതുപോലത്തെ സ്റ്റേജിൽ ഇതുവരെ കയറിയിട്ടില്ല. ഞാൻ മൈക്ക് കൊടുക്കുന്നില്ല. കാരണം ഇവിടെയുള്ള ട്രോളന്മാർക്ക് ഇവിടെ ചിലപ്പോൾ തീറ്റ കൊടുക്കും. ഓക്കെ ഓക്കെ, താങ്ക് യു. ഓടിയോ ഗിരീഷ്, നീ വന്നോ? ഗിരീഷ് ബാ, പെട്ടെന്ന് നീ കൂടെ പറ. ഇതിന് പറയാം സാർ, ഒരെണ്ണം പറയാം. അഡ്വക്കേറ്റ് ജയശങ്കറിന്റെ ശബ്ദത്തില് വലിയ സംഗതി, വലിയ കുറുവനം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള വലിയൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ പലരും പറയുന്ന വല്ലാത്തൊരു കാര്യം, ഞങ്ങൾ പോവാങ്ങളെ നമുക്ക് ഒന്നുമില്ല. ഞങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കുന്നത് നിങ്ങൾ വലിയൊരു കാര്യം നടപ്പിലാക്കാൻ വേണ്ടി പോവാൻ നിങ്ങളുടെ ഏറ്റവും വലിയൊരു ഭാഗ്യം നിങ്ങൾ മനസ്സിലാക്കുക. ഈ വലിയൊരു സ്വർണ്ണക്കരടിയായിട്ട് ജനിച്ചിട്ടുള്ള ഒരാളല്ല, സാധാരണപ്പെട്ട പാവപ്പെട്ട ഒരുപാട് മനുഷ്യരുടെ ഇടയിൽ നിന്ന് വളർന്നു പറ്റുള്ള ഒരാളാണ്. അങ്ങനെയുള്ള ഒരാൾ നിങ്ങളുടെ കൂടെ എത്തുന്നുണ്ടോ? നന്ദി, നമസ്കാരം, താങ്ക് യു. എന്നാ ഒരെണ്ണം കൂടെ നാസികയുടെ പാട്ടിന് മുമ്പ് ഫണ്ട്സ് ഓഫ് ടൈമില് കണ്ടസ്റ്റൻസ് ലിയ അൻഷാദ് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. ഒന്ന് സ്റ്റേജിലോട്ട് വന്നോളൂ. ലിയ ഇവിടെ ജോയിൻ ചെയ്തോളൂ. ലിയ വരെ നിൽക്കും. ഒപ്പം നമുക്ക് അതിന് തൊട്ടുമ്പാട്ട് ഞാൻ അടുത്ത നാസികയുടെ പാട്ടിന് മുമ്പ് ഒരു ആഗ്രഹത്തിന് ഒരു ജനാർദ്ദന്റെ ശബ്ദം നമുക്ക് കേൾക്കണ്ട. നസീറൊക്കെ വന്നേക്കും, അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. നസീർക്ക ഒരൊറ്റ ജനാർദ്ദന്, ഒറ്റക്കൊരു ജനാർദ്ദന്. ലിയ കൂടുതൽ കൂടുതൽ. ആ ബമ്പർ ചിരിയിൽ എനിക്ക് രക്ഷയില്ല. ഹലോ ഹലോ. തുടരും സിനിമയിലെ ജോർജ് സാറിൻ്റെ ഒരു ഡയലോഗാണ്. നിങ്ങൾ പറയാൻ ചെയ്ത് കേട്ടില്ലായിരിക്കും, എന്നാലും ലൈവായിട്ട് നമ്മളോട് ചെയ്യാം. ഈ മ്യൂസിക് 36 കൊല്ലമായടാ ബെൻസൺ, ഞാൻ പോലീസ്. ഇതിൻ്റെ ഇടയിൽ പുറത്തറിയുന്നതും അറിയാത്തതായിട്ട് ഒരുപാട് ചെറ്റത്തരങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും എന്നെ റിഗ്രറ്റ് ചെയ്തിട്ടില്ല. 2 ദിവസം കഴിഞ്ഞ് ഞാൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും റിട്ടയറായി DYSP മെഡലും വാങ്ങി ഇറക്കുമ്പോ ജോർജ് സാറ് പഴയ ജോർജ് സാറാണ്. നീ ആരെയാണ് ഈ പേടിപ്പിക്കുന്നത്? എന്നെയോ? അയ്യയ്യേ, നിന്നെ കാണാൻ ജോർജ് സാർ ഇവിടെ വന്നിട്ടുണ്ട്. നിന്റെ മുമ്പിൽ ജോർജ് സാർ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. നീ ഇനിയും ജോർജ് സാറിന് ഒരുപാട് പഠിക്കാനുണ്ടനിയ. താങ്ക് യു. പ്രജിത്ത് ഒക്കെ കണ്ടിട്ടോ. എന്റെ ഹരിയുണ്ട്, പ്രജിത്തുണ്ട്, ഒരുപാട് രാജേഷ് അടിമാലിയുണ്ട്, ഒരു സെറ്റ് കലാകാരന്മാരിവിടെ ഉണ്ട് കേട്ടോ. ഞാൻ കുറച്ച് പേരെ വിളിക്കുന്നു, അവരെല്ലാം നിങ്ങൾക്ക് വേണ്ടി പെർഫോം ചെയ്യും. എനിക്ക് പോകേണ്ടതുണ്ട്. നാർഷികയുടെ ഒറ്റ പാട്ടിൽ ഞാൻ ഇരിക്കുന്നു അടുത്തട്ടിൽ നിന്നും. ഞാനതങ്ങനെ പറയാൻ ശരിക്കും ഭയങ്കര ഔപചാരികതയുടെ ഒരു പ്രശ്നം എനിക്കുണ്ട്. ഇവരോടൊക്കെ അങ്ങനെ ഫോർമലായിട്ട് പറയാൻ, കാരണം ഇവർ രാത്രി വിളിച്ചത് പോലെ തന്നെ കളിയണം. എങ്കിലും ഇവിടെ വന്ന എല്ലാ കലാകാരന്മാർക്കും, ടെക്നീഷ്യന്മാർക്കും, സതീഷ് ഇതിന്റെ സംഘാടകൻ ഉൾപ്പെടെ, ഹരി ഉൾപ്പെടെ, എല്ലാവരോടും പാടാൻ പോകുന്ന പാട്ട് പിഷാരടിയും ഞങ്ങളൊക്കെ തമ്മിലുള്ളൊരു ബന്ധത്തില് അതുമായിട്ട് കണക്റ്റഡ് ആണ്. അമർ അക്ബർ അന്തോണി എന്ന് പറയുന്നത് ഞാൻ സംവിധാനം ചെയ്ത
വിപിനും വിഷ്ണുവും സ്ക്രിപ്റ്റ് ചെയ്ത് പിഷാരടി നല്ലവനായ ഉണ്ണിയായിട്ട് അഭിനയിച്ച അവരുടെ താഴത്തു നീയൊന്ന് പാടടി കുർബാനി പിന്നീടി മികി കണ്ണായി പിന്നാലെ ഞാൻ Come on.